വിക്കുള്ള ഒരാൾക്ക് മാത്രമേ അത് എത്രത്തോളം അവരുടെ ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏത് പ്രോബ്ലവും നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്ന്, നമ്മൾ ആ പ്രോബ്ലത്തെ കൃത്യമായി മനസ്സിലാക്കണം. രണ്ട്, നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഏത് പ്രശ്നമായിക്കോട്ടെ അതിനെ നമ്മൾ മൂടി വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. വിക്കുള്ള ആൾക്കാരും അനുഭവിക്കുന്ന മെയിൻ പ്രശ്നവും അതാണ്. എനിക്ക് വിക്കുണ്ട് എന്ന് മറ്റുള്ളവർ അറിഞ്ഞു പോകുമോ, അവരെന്ത് വിചാരിക്കും എന്നെ പറ്റി, ഈ ഒരു ചിന്തയാണ് അവർ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സിറ്റുവേഷനോട് വല്ലാത്തൊരു പേടി ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ അറ്റൻഡൻസ് പറയുന്ന സമയത്ത് ഒരു പ്രാവശ്യം ആ കുട്ടിയോട് വിക്കി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ചുറ്റുമുള്ള കുട്ടികളുടെ മുഖത്ത് റിയാക്ഷനിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു പേടിയായിട്ട് മനസ്സിൽ കിടക്കും. രണ്ടാമത്തെ ദിവസം സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ചിന്ത തുടങ്ങിയിട്ടുണ്ടാകും, വിക്കി പോവും, എന്നോട് വിക്കി പോവുക എന്ന ഒരു ചിന്ത. ഇതിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇത് കാരണമുണ്ടാകുന്ന സ്റ്റട്ടറിങ്ങിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. റിസർച്ചേഴ്സ് കാണിക്കുന്നത് ഈ ഒരു ആൻറ്റിസിപ്പേഷൻ, ഈ ഒരു ടെൻഷൻ വരുമ്പോൾ തന്നെ ഇവരുടെ ബ്ലഡ് ഫ്ലോയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രെയിനിൻ്റെ ഒരു ഏരിയ ആക്റ്റീവ് ആകുന്നു, ഒരു പെർട്ടിക്കുലർ ഏരിയ. ഈ ഏരിയ ആക്റ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ ഇത് ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് നെറ്റ്വർക്കിൻ്റെ സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നതെല്ലാം ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു നെറ്റ്വർക്കിൻ്റെ സ്റ്റെബിലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംസാരത്തിലൊരു തടസ്സം ഉണ്ടാകും. അങ്ങനെയാണ് ഈ ആൻറ്റിസിപ്പേറ്ററി സ്റ്റട്ടറിങ് എന്ന് വരുന്നത് എന്നാണ് ഈ സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. 50% കേസസിലും വിക്കിൻ്റെ കാര്യത്തിൽ ജനറ്റിക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് വളരെ മുന്നേ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ആൻറ്റിസിപ്പേഷനെ, ഈ വിക്ക് വരൂ എന്ന ചിന്തയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ഒരാൾ വന്നിട്ട് നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിക്കിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തുറന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ നമുക്ക് സ്പീച്ച് തെറപ്പി, അതേപോലെ തന്നെ സൈക്കോളജി കൺസൾട്ടേഷൻ മുതലായ സേവനങ്ങൾ അത്യാവശ്യമാണ്. എന്തിനാണ് വിക്കിന് സ്പീച്ച് തെറപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരം മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെയൊക്കെ, എന്തൊക്കെ, ഏതൊക്കെ ടൈപ്പിലാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് സ്പീച്ച് തെറപ്പിസ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങളുടെ സംസാരം കൂടുതൽ സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, എന്തിനാണ് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിസിപ്പേഷൻ, സ്ട്രെസ്സ്, ആൻസൈറ്റി, ഇതുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരുന്നത്. സോ ഹിയർ ഇൻ റീതിങ്ക് റീഹാബ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പീക്ക് സ്മാർട്ട് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ നിങ്ങളെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഓൺലൈനായിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തത്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളുടെ സേവനങ്ങൾ ഇതിൽ ലഭ്യമാണ്. ഇതിൽ സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കൺസൾട്ടേഷനും അവരുടെ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ടു നോ മോർ, വിസിറ്റ് അവർ വെബ്സൈറ്റ് ഓർ കോൺടാക്ട് അസ് ഓൺ വാട്സാപ്പ്. സോ വിക്കിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. ഫ്രം അസ് ടു വെറെവർ യു ആർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.